ഇന്ന് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയാലോ. ഒരുപാട് പഴുക്കാത്ത 4 ഏത്തപ്പഴം രണ്ടായി മുറിച്ച് ആവിയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരുപാട് നേരിട്ട് വേവിക്കട്ടെ. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിലർ ഉന്നക്കായയിൽ മുട്ടയും കൂടി ചുക്കി ചേർക്കാറുണ്ട്. ഇതിപ്പോൾ സിമ്പിൾ ആയിട്ട് ഉന്നക്കായ തേങ്ങ കൊണ്ട് മാത്രം ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കറുത്ത കുരുവൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ ഒരല്പം നെയ്യ് തടവി പഴത്തിൽ നിന്ന് ഒരല്പം എടുത്ത് ഒന്നുരുട്ടി പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതിലേക്ക് വെക്കണം. ആകെ ശ്രദ്ധിക്കേണ്ടത് പഴം നന്നായിട്ട് കുഴച്ചെടുക്കണം, അതായത് കട്ടകളൊന്നും പാടില്ല. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഉന്നക്കായ കണ്ടുവരുന്ന ഷേപ്പിൽ തന്നെയാണ് ഞാനും ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഗ്യാപ്പ് വരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. 4 പഴം കൊണ്ടും മീഡിയം സൈസിലുള്ള ഒരു 7 ഉന്നക്കായാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് ചിലവര് ഡീപ് ഫ്രൈ ആണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഇതൊരു ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയുടെ കൂടെ ഞാൻ ഒരല്പം നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഏത്തപ്പഴം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.